ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി മങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് മിഥുനെ കാണാനാണ്. മിഥുന് പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. മിഥുൻ്റെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. മിഥുന് ഉയരം കുറവാണ്, ഒരു 4.5 അടി അത്രത്തോളമാണ് മിഥുൻ്റെ ഒരു ഉയരം എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് സംസാരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ വേണം. നമുക്ക് എത്രയും പെട്ടെന്ന് മിഥുന് നല്ലൊരു വധുവിനെ കണ്ടെത്തണം കേട്ടോ. എന്നാ വാ, നമുക്ക് ഉള്ളിലേക്ക് പോവാം. മിഥുന്റെ വണ്ടിയാണ് കേട്ടോ ഇത്. മിഥുനെ, നമസ്കാരം. ഇതാണ് കേട്ടോ മിഥുന്. എന്തൊക്കെ വിശേഷങ്ങള്? എവിടെ അച്ഛനമ്മേ? അച്ഛ എന്താ എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. നിങ്ങളെ പേര്? എന്റെ പേര് മണി. മണി എന്താ അങ്ങനെ ചെറിയ സമയത്തല്ലേ? അമ്മേന്റെ പേര് ഗീത അല്ലേ? എന്നാ നമുക്ക് പുറത്തിരിക്കല്ലേ, ഇവിടെ വിളിച്ച. അപ്പൊ അച്ഛനും നമുക്ക് ഇന്ന് പണിയുണ്ട് അല്ലേ? ഡെയിലി പണിക്ക് വന്നതാട്ടോ ഇവര്. അപ്പൊ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നേ? ഞാൻ മറ്റേ വീടിന് പണികളാ. വീടിന്റെ തേപ്പ്, അങ്ങനത്തെ തറപ്പണി. അമ്മ ജോലിക്ക് പോകുന്നുണ്ടോ? ഓമശ്ശേരി പഞ്ചായത്തില് ഹരിത കർമ്മസേനന്റെ വർക്കിന് പോകുന്നു. അപ്പൊ ഇന്ന് പോവാൻ വേണ്ടി ഇറങ്ങിയാണല്ലേ? അതെ അതെ അതെ. അപ്പൊ മിഥുന, എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം. മിഥുന എത്ര വരെ പഠിച്ചേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. PSC ഒക്കെ നോക്കുന്നുണ്ട്. പിന്നെ എക്സാം കഴിഞ്ഞു. ഇപ്പൊ LD വരാനുണ്ട്. എങ്ങനെയൊക്കെ ഒരു PSC എക്സാം ഒക്കെ എഴുതിക്കോ, അതൊക്കെ എന്തായാലും കിട്ടും. റിസർവേഷൻ. ഏത് ഡിഗ്രി? ഇംഗ്ലീഷാണ്. BA ഇംഗ്ലീഷിലാ? അതിനുശേഷം വേറെ എന്തെങ്കിലും പഠിക്കാൻ പോയിനോ? ഞാൻ ഡാറ്റ എൻട്രി അങ്ങനെ കമ്പ്യൂട്ടർ ബേസിലായിട്ട് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മലയാളം ടൈപ്പിംഗ്, ഇംഗ്ലീഷ് ടൈപ്പിംഗ് അങ്ങനെയൊക്കെ. അപ്പൊ ഇതിന്റെ ഒരു വേറെ ഒരു 4.5 അടിയാണ് അല്ലേ ഏകദേശം? വെച്ചാ 4.5 അടി. അപ്പൊ എത്ര വയസ്സായി മിഥുന് ഇപ്പൊ? 25 വയസ്സില്ലേ? അതെ, കല്യാണം കഴിക്കാൻ പറ്റിയ പ്രായ. അപ്പൊ തീർച്ചയായിട്ടും മിഥുൻ എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു വധുവിനെ കണ്ടെത്തണം. അപ്പോ കൊറേ ആയി ഇവര് വിളിക്കുന്നത്, പക്ഷെ ഇവർക്ക് ഒഴിവില്ല, എനിക്ക് ഒഴിവില്ല എന്നുള്ളൊരവസ്ഥയായി പോയി. അപ്പോ ഒരു ദിവസം മുടങ്ങാണ്ട് പണിക്ക് പോകുന്ന 2 ആൾക്കാരാണ് കേട്ടോ ഇവര്. ശരിക്ക് പണിക്ക് പോകുന്ന ആൾക്കാർ നിങ്ങളെ കണ്ട് പഠിക്കണം. അപ്പൊ അങ്ങനെ കുടുംബം നോക്കുന്ന. നിങ്ങൾക്ക് എത്ര മക്കളാ അച്ഛാ? എനിക്കൊരു 2 പേര്. ഒരു പിന്നെ മോളും മോനും. മോളെ കല്യാണം ഏപ്രിൽ 28 ആയിരുന്നു. മോളെ കല്യാണം കഴിഞ്ഞില്ലേ? ഏപ്രിൽ 28. അതിന്റെ ഒരു ഇതിലാണ്. അപ്പൊ ഞങ്ങൾ നിങ്ങളെ വിളിക്കാതെ നിന്നായിരുന്നു. അതെ, കല്യാണം കഴിയട്ടെന്ന് വിചാരിച്ചിട്ടില്ലേ? അതെ. ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ മിഥുന്റെയും കൂടിയും കല്യാണം നമുക്ക് വേഗം നടത്തണം. കാർ എടുത്തിട്ട് കൊറേ ആയാ? 3 വർഷമായി. അപ്പൊ അതില് എല്ലായിടത്തിലും പോവില്ല? അപ്പൊ അതിൽ എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഓട്ടോമാറ്റിക് ആണോ? അത് ശരി. അപ്പൊ അത് വലിയൊരു സുഖാണല്ലേ നമുക്ക്? അതെ, എല്ലാവർക്കും പോവാനും. അതെ അതെ. ലൈസൻസ് ഒക്കെ ഇതായതല്ലേ? അപ്പൊ നമ്മള് കല്യാണ ആവശ്യാർത്ഥാണല്ലോ അമ്മ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മള് കൊറേ സ്ഥലത്തുനിന്ന് ആൾക്കാരെ വിളിക്കൂ, ദൂരത്തുനിന്നൊക്കെ വിളിക്കൂ. നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരൊന്നും പ്രശ്നമല്ല. മോനെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയായിരുന്നാ മതി. അതെ അതെ, തീർച്ചയായിട്ടും. ഓനെ മനസ്സിലാക്കി അങ്ങനെ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ. ഞാൻ ഇവനെ എടുത്തു കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചതാ ഞങ്ങൾ 2 ആളും. പുള്ളി ഇപ്പോൾ ഹൈസ്കൂളിലൊക്കെ കയറിയതിന് ശേഷം, വളർന്നതിന് ശേഷം എനിക്ക് ആവില്ലല്ലോ എടുത്തുകൊണ്ടുപോകാൻ. അപ്പോൾ പിന്നെ പണിക്ക് പോകുമ്പോൾ രാവിലെ കൊണ്ടാക്കിയതിന് ശേഷമാണ് പണിക്ക് പോവുക. അതുപോലെ വൈകുന്നേരം, അന്ന് കാറൊന്നും വാങ്ങിയിട്ടില്ല, ചെറുതായിരുന്നല്ലോ. അങ്ങനെ വൈകുന്നേരം പിന്നെ ക്ലാസ് വിടാൻ നേരത്ത് പണി നിർത്തൂല, പണിസ്ഥലത്ത് നിന്ന് കയറി പോവുക ചെയ്യുക. അങ്ങനെ ഇവിടെ കൊണ്ടാക്കും, വണ്ടി ബൈക്ക് കൊണ്ട് ഇവിടെയാക്കും. അങ്ങനെ പിറ്റേ ദിവസവും അങ്ങനെ തന്നെ. അങ്ങനെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഞാൻ അന്നിവിടെ റോഡിലായിരുന്നു, ഇടയായിരുന്നു. എടുത്തു കൊണ്ടുപോയി, മഴക്കാലത്തും ഒക്കെ എടുത്തു കൊണ്ടുപോയി ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ആണെന്ന് പറയാ. പഠിപ്പിച്ച് അങ്ങനെയാണ് ഇവന് ഡിഗ്രി വരെ ഞങ്ങൾ പഠിപ്പിച്ചു. ഡിഗ്രി കഴിഞ്ഞു, BA ഇംഗ്ലീഷ് എടുത്ത്. പിന്നെ ഇപ്പം കമ്പ്യൂട്ടറൊക്കെ പഠിച്ച്
ഇത് എഴുതുന്നുണ്ട്, PSC എഴുതുന്നുണ്ട്. LD ലിസ്റ്റിലൊക്കെ വന്നിരുന്നു. പിന്നെ ഇപ്പൊ അതെന്തോ ഒരു പ്രശ്നം വന്നതിന് ശേഷം അത് പോയല്ലോ. പിന്നെ രണ്ടാമത് എക്സാം എഴുതി, അടുത്തിനി ഒന്നുകൂടി വരുന്നുണ്ട്. എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഓനെ മനസ്സിലാക്കാൻ ഒരു മോള് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നാൽ ഇപ്പൊ ഒരു മോള് ഒരു മോനും ആയിരുന്നു. അതിൽ മോളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. ഏപ്രിൽ 28-നായിരുന്നു കല്യാണം. എന്താ അതേപോലെ ഒരു മോളെ ഞങ്ങൾക്ക് തന്ന അല്ലേ? അതെ. അപ്പൊ അമ്മ പറഞ്ഞത് ഒക്കെ അത്രയും സ്ട്രഗിള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പഠിച്ചില്ലേ, ഈ ഡിഗ്രി വരെ പഠിച്ച് ഇന്ന് കാണുന്ന രീതിയിലൊക്കെ ആയത്. അപ്പൊ ആ ഒരു കാലഘട്ടം അല്ലേ, റോഡൊന്നും ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ പോലും മിഥുനെ ഇവരത്രയും കെയർ ചെയ്ത് ഇവര് രണ്ടാളും ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാൻ വാക്കുകളില്ല. അങ്ങനെയാണ് ഓരോ പേരൻസും, അങ്ങനെയാണ്. നമ്മൾ ഈ ഡിഫറെന്റ് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള മക്കളുണ്ടാകുന്ന പേരൻസും ഒക്കെ അത്രയും അവർക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് ഓർത്താലേ നമുക്ക് ഭയങ്കര. മോള് നേഴ്സാണ്, മലപ്പുറം മഞ്ചേരിയിൽ കുറച്ച് 6 മാസം ഉണ്ടായിരുന്നു. പിന്നെ കൽപ്പറ്റ പിന്നെ മലപ്പുറത്ത് അൽമാസിലായിപ്പോ ആയിരുന്നു കല്യാണം വരെ. അന്ന് റിസൈൻ ചെയ്ത് പോകുന്നതാണ്. കോഴിക്കോട് ഇക്രയിലും പറഞ്ഞിട്ടുണ്ട്, അല്ലെ ശാന്തിയിലോ എവിടെങ്കിലും ഒന്ന് കേറും. 3 സ്ഥലത്തിൽ. BSc നഴ്സിംഗ് ആണ് അല്ലേ? മിഥുന് നടന്നിട്ട് പുറത്തേക്കൊക്കെ പോയാലുണ്ടോ? അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുന്നില്ല. എന്നാലും ഇവിടുന്ന് റോഡുമ്പിലേക്ക് അങ്ങനെയൊക്കെ പോകും. നമുക്ക് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒരുപാട് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നല്ലാതെ നമുക്കിപ്പോ എടുത്തേക്കൊക്കെ പോകാനൊക്കെ സുഖമാണ്. അമ്മ പറഞ്ഞു ബ്രീച്ച് ഡെലിവറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പം അങ്ങനത്തെ ഒരു പ്രയാസമായിട്ടൊന്നും തോന്നുന്നില്ല. എന്നാലും നമ്മളെ മാതിരി ശരിക്കും ഇങ്ങോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബ്രീച്ച് ഡെലിവറിയാ? അതായത് പ്രസവത്തില് ഊരിയായി വരിക. അപ്പം അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികളുണ്ട്, നോർമൽ കുഴപ്പമൊന്നുമില്ലാത്തത്. പക്ഷെ ഇത് ഇങ്ങനെ ഊരി അങ്ങോട്ട് വരുമ്പം പ്രസവം ഉണ്ടാവില്ലല്ലോ. പിന്നെ അവര് അങ്ങോട്ട് നീക്കി, പിന്നെ കാല വന്നത്, കാല് കൂട്ടിയെടുത്തത് കൊണ്ട് ഒരു ചെറിയൊരു പ്രോബ്ലമേ ഉള്ളൂ. പക്ഷെ ബുദ്ധിക്കൊന്നും ഒരു കുഴപ്പമില്ല. നല്ലപോലെ പഠിക്കും, നല്ല എല്ലാ കഴിവുള്ളൊരു മോനത്. പിന്നെ ഡാൻസും പാട്ടും ചെണ്ടകൊട്ടും എല്ലാ കഴിവുള്ള. അത് ശരി. തബലൊക്കെ ഇവിടെ ഉണ്ടാ? ഉണ്ട്. എന്നാ നമുക്കൊന്ന് കൊട്ടി നോക്കിയാ. അതിന് ചെറിയൊരു മഷീന്റെ ഒരു വിഷയം ഉണ്ട്. അപ്പൊ അത് നന്നാക്കണം. അപ്പൊ അതിന്റെ ഒരു അങ്ങനെയാണ്. അത് ശരി. അപ്പൊ പാട്ടിന് പ്രശ്നം ഉണ്ടാവില്ലല്ലോ? പാട്ട് പാടില്ല പറഞ്ഞു. പാട്ട് പാടലുണ്ടോ അമ്മ? സിനിമാറ്റിക് ഒക്കെ നല്ലോണം കളിക്കും. ഡാൻസ് 2 സ്റ്റെപ്പ് ആയാലോ? എന്നാ എന്താ ഇതിനെ മടിയാ? ഇത് ക്യാമറ ഉണ്ടോന്ന് വിചാരിക്കണ്ടേ? അത് മിഥുനെ വിടൂല. 2 സ്റ്റെപ്പ് കണ്ടിട്ടാ ഞാൻ വിടുന്നില്ല. അല്ല, അപ്പൊ പാട്ട് പാടലുണ്ടോ അമ്മേ? പാട്ട് പാടും ഉണ്ട് അല്ലേ? എല്ലാ കഴിവും ദൈവം കൊടുത്തിട്ടുണ്ട്, എല്ലാ കഴിവും. അതെ. മിഥുന് നമുക്ക് നടക്കുമ്പോ അങ്ങനെ കൊറേ നേരമൊക്കെ നടക്കുമ്പോഴാണ് വിഷയമുള്ളൂ അല്ലെ? ഇല്ലാണ്ട് ചെറിയ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും വിഷയമില്ല. അപ്പൊ കാലുവേദന അങ്ങനത്തെ വിഷയങ്ങളൊന്നും. അവിടെ നമ്മളെ റോഡില്ലേ, മെയിൻ റോഡ്, അവിടെ വരെയൊക്കെ പോകും. പിന്നെ ഇപ്പൊ എന്ന് വെച്ചാ വണ്ടി ഉണ്ടായിരുന്നു ആദ്യം. അപ്പൊ അതൊക്കെ കേടായി. അപ്പൊ പറഞ്ഞു PG എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കോഴിക്കോട് പോയിട്ട്. അപ്പോൾ അവിടുന്ന് പഠിക്കണമെന്നായിരുന്നു. അപ്പോൾ ഓന്റെ വണ്ടി ശരിയായില്ലല്ലോ. അപ്പൊ പിന്നെ പപ്പനോട് പറഞ്ഞു അങ്ങനെ ഒരു കാറൊക്കെ എടുത്താണ് ഞങ്ങള്. കാര്യങ്ങളൊക്കെ തീർന്നപ്പോ. അതെ, തീർച്ചയായും അത് അവനിക്ക് കംഫർട്ടാണ്. ഒരു കാറ് നമുക്ക് വിചാരിക്കുന്ന തരത്തിലൊക്കെ വേഗം പോവാന്നുള്ള. ഞാൻ പറയട്ടെ, ഇവന് ഈ ഫസ്റ്റ് ഈ കാറ് വാങ്ങിയിട്ട് എവിടെയാ പോയതെന്ന് വെച്ചാല്, ഒരു ചെറുപ്പത്തിൽ നേർച്ച ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാന്ന്. അപ്പോൾ അത് ഞങ്ങൾക്ക് സാധിച്ചില്ല. പിന്നെ ഈ കാറ് വാങ്ങിയതിന് ശേഷം എന്താണോന്നറിയില്ല, ഇവൻ തന്നെ ഓടിച്ച് മമ്പ്രം തങ്ങളരുത്ത് ആണ് ഈ കാറും കൊണ്ട് ഫസ്റ്റ് പോയത്. അങ്ങനെ അവിടെയാ പോയത്, ഒറ്റയ്ക്ക് ഓടിച്ചിട്ട്. അപ്പോൾ ഇപ്പൊ അവിടുന്ന് ഇപ്പൊ നമ്മളിപ്പോ ആരോ ഒന്ന് വരുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ടാകുമല്ലോ, ആരോ ഒന്ന് ഇപ്പൊ ഇവിടേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്ന മാതിരി ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ, ഞങ്ങൾ 3 പേരും മോളും 4 പേരും കൂടി അങ്ങോട്ട് ചെന്ന സമയത്ത് അവര്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ആരോ ഒന്ന് വരുന്നുണ്ട് എന്നുള്ളത്, ആ ഒരു പ്രതീക്ഷയിൽ നിന്ന് അപ്പം നോക്കുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ കാർ അവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങുന്നേ അവിടെ തന്നെ കാർ അവിടെ നിർത്തി. ആ കാറ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോഴാണ് എടുത്തത്. അങ്ങനെ അവിടെയാണ് ഫസ്റ്റ് പോയത്. പിന്നെയാണ് ഞങ്ങളെ മൊത്തത്തിൽ തന്നെ എല്ലാ സ്ഥലത്തിലും.
ഇതിപ്പോ മലപ്പുറം എല്ലാം ലോങ് ഒക്കെ പോകും. ശബരിമലയിൽ പോയി കാർ ഓടിച്ചവന്. ശബരിമല കാർ അടിച്ചു പോയോ? ഇതിനാള് പുലിയാണല്ലോ അല്ലേ? അത് ശരി. പിന്നെ മലപ്പുറത്ത് വയനാട്ടില് അതെ ഒക്കെ പോകും ഒറ്റയ്ക്ക് തന്നെ. അതെ അതെ അതെ. അപ്പൊ നല്ല ഡ്രൈവർ കൂടിയാണ് അവന്. അതെ. അതുപോലെ എവിടെയിരുന്നു നാളെ കല്യാണത്തിന് വിളിച്ചു പോയത് എന്റെ ഫ്രണ്ടിന്റെ കോഴിക്കോട് എവിടെ ഒരു സ്ഥലത്ത്. അങ്ങനെ എന്റെ ഫ്രണ്ട് തന്നെയാ മോള്. അവളെ കല്യാണത്തിന് കാറാ വിളിച്ചത്. അങ്ങനെ ഇപ്പം കൊണ്ടുപോയി. അത് ഇവിടെ അടുത്തുള്ളൊരു മോളെ കല്യാണമായിരുന്നു. അപ്പൊ ഓളെ ഹസ്ബൻഡ് ദൂരെയാ. അപ്പൊ അവരെന്നോട് ചോദിച്ച് ഓനൊന്ന് വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഡ്രൈവറായിട്ടും പോയി അല്ലേ? എക്സ്പേർട്ട് ഡ്രൈവർ. അച്ഛൻ എന്തോ പറയാനുണ്ടല്ലോ? അച്ഛൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടാ. നമുക്ക് മിഥുന്റെ കല്യാണം നല്ല അടിപൊളിയായിട്ട് നടത്തണം. നല്ലൊരാൾ എത്രയും പെട്ടെന്ന് വരും. അതെ തീർച്ചയായും ഗുരുവായൂർ വെച്ച് തന്നെ നടത്തണം. പിന്നെന്താ? അത് തന്നെ. ഇപ്പം ഇതിന് 25 വയസ്സല്ലേ ആയത്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം? എനിക്ക് 22, 23 സെയിം ഏജ് വരെ പറ്റുമോ അല്ലേ? നമുക്ക് നോക്കാം അങ്ങനെ. അപ്പൊ അതേപോലെ തന്നെ മിഥുന് ഉയരം, മിഥുന്റെ അതേ ഉയരവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണോ വേണ്ടിയത്, അല്ലെങ്കിൽ സാധാ നല്ല ഉയരവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണോ? എന്റെ ഒരു കോൺസെപ്റ്റില് എനിക്ക് ഉള്ള ഹൈറ്റുള്ള ഒരു കുട്ടിയാണ്, ഒരു മിഥുന്റെ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വേണ്ടിയത് അല്ലേ? ഓക്കെ. അതൊന്നും പ്രശ്നമല്ല. അപ്പൊ മിഥുൻ പറയുന്നത് എന്താന്ന് വെച്ചാല് നല്ല ഹൈറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആവുമ്പോ പിന്നെ ഓനെ ഇട്ടേച്ച പോവോ, ഓന് മനസ്സിലാക്കൂലേ എന്നൊക്കെ ഉള്ള ഒരു പേടിയാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മള് മനസ്സാണ് വലുത്. ഇപ്പൊ ഹൈറ്റുള്ള ഒരു കുട്ടിയാണെങ്കിലും മിഥുന്റെ എത്ര ഹൈറ്റുള്ള ആളാണെങ്കിലും ഒക്കെ ഓനെ മനസ്സിലാക്കണം. പരസ്പരം നമ്മൾ കെയർ ചെയ്ത് അല്ലേ, ആ രീതിയിൽ സംരക്ഷിച്ച് നല്ല സ്നേഹത്തോടെ കഴിയുന്ന ആൾക്കാരായിരിക്കണം അല്ലേ? അപ്പൊ അതിപ്പോ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിലും നമ്മള് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ചെറിയ ബുദ്ധിമുട്ടൊക്കെ നമ്മളങ്ങനെ അനുഭവിക്കുന്നതാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരും. നമുക്ക് ദൂരം പ്രശ്നമില്ല എങ്കിൽ പോലും ഇവര് പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറയണം, അടുത്തുള്ള ജില്ലയാണെങ്കിൽ സന്തോഷം. ഇനിയിപ്പം ദൂരെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള മക്കൾസ് നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. നല്ല അടിപൊളി ഒരു ഫാമിലിയാണ് ഇവരുടേത്. പറഞ്ഞല്ലോ, പുറത്തേക്ക് പോകാനും നിങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവില്ല. വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മിഥുന് എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെൻറ് ജോബും ശരിയാവുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അത്ര എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വധു എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ. പിന്നെ അമ്മ അച്ഛൻ രണ്ടാളോടും കൂടി നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാരാണ് വിളിക്കുക. അപ്പോൾ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും, നല്ലവർ മാത്രമൊന്നും ആയിരിക്കൂല. അപ്പോൾ അന്വേഷിക്കണം എന്താണ് ഇവരുടെ സ്ഥിതി കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള അന്വേഷിക്കണം. അപ്പോൾ കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ അന്വേഷിച്ച് ചെയ്യാട്ടോ. അതുപോലെ നാട്ടിലൊക്കെ പോയി അന്വേഷിക്കണം. അപ്പോൾ വേറൊന്നും ഇതിന് പറയാനില്ലല്ലോ അല്ലേ? പറയാനായിട്ടൊന്നും ഇല്ലല്ലോ, ഇനി ചെയ്യാനല്ലേ ഉള്ളൂ. അതെ, എന്നാ നടന്നോ, ഹാളൊന്നും ആയിക്കോട്ടെ അല്ലേ? നല്ലൊരു സിനിമാറ്റിക് ഇല്ലുമിനാറ്റി ആയാലോ? ആണാ? അമ്മ ഒരു മിനിറ്റ്, ഞാൻ എണീക്കുന്ന സമയമായിക്കുള്ളൂ. അമ്മ പറഞ്ഞോ? ആൺകുട്ടികളുണ്ടാവും പെൺകുട്ടികളുണ്ടാവും. അപ്പൊ പിന്നെ സിനിമാറ്റിക് ഒക്കെ ആണല്ലോ. അപ്പൊ പെൺകുട്ടികളെ ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഇവന് അകത്തുനിന്ന് സ്റ്റെപ്പ് എടുത്തു കൊടുക്കും ആൺകുട്ടികൾക്ക്. അങ്ങനെ ഡാൻസ് മാസ്റ്റർ വിക്രാണല്ലേ ഇത്? ഡാൻസ് ഒക്കെ സ്റ്റെപ്പ് എടുത്തു കൊടുക്കും. പിന്നെ ഞങ്ങള് രണ്ടാളും കൂടെ കുട്ടികളും കൂടെ കൂടിയതിൽ ചെയ്യണോന്ന് ഓർത്ത് അങ്ങനെ തെരഞ്ഞെടുത്ത് നല്ലൊരു ഇതെടുക്കും. അപ്പൊ പിന്നെ അതിന്റെ സ്റ്റെപ്പ് ഇവന് എടുത്തു കൊടുക്കും. അങ്ങനെയാ. അങ്ങനെയുള്ളൊരു ഒരു കലാകാരനാണ് ഗേസി കാണുന്നത്. അപ്പൊ എല്ലാ കഴിവുണ്ട്, എല്ലാ കഴിവും ദൈവം കൊടുത്തേക്ക്. അപ്പൊ ഫ്രണ്ട്സ്, ഇതും പറയുന്നത് എന്താന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചോളാം, ഇപ്പൊ ഒറ്റക്കൊരു രസമില്ലാന്നാണ്. അപ്പൊ തൽക്കാലം നമ്മള് മിഥുന് വെറുതെ വിട്ടിരിക്കുന്നു. അടിപൊളി ഒരു ചെക്കനാണ് മിഥുന്. അപ്പൊ എത്രയും പെട്ടെന്ന് നല്ലൊരു വധു വരണം. അപ്പൊ മിഥുന അത്ര തന്നെ അല്ലേ? വേറെ കൂടുതലായിട്ട് കൺസെപ്റ്റ് ഒന്നും പറയാനില്ലല്ലോ വരാൻ പോകുന്ന വധുവിനെ പറ്റി? എങ്ങനെ ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ? ഇതൊക്കെ തന്നെ, നമുക്ക് ഹൈറ്റ് സെയിം ഹൈറ്റ് ആണെങ്കിൽ സുഖമായിരുന്നു.
അതെ, ഇത്രയും സ്മാർട്ടായിട്ടുള്ള ഒരാളാണ് മിഥുൻ. അപ്പോൾ മിഥുനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും നല്ലൊരു ലക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓനെ മനസ്സിലാക്കാൻ കഴിവുള്ള, അവൻ്റെ അത്ര തന്നെ ഹൈറ്റുള്ള ഒരാളാണെങ്കിലാണ് അവന് കംഫേർട്ട്, അവൻ്റെ കംഫേർട്ടാണ് ഏറ്റവും വലുത്. ഇപ്പോൾ കുറച്ച് ഇതാണെങ്കിലും നമുക്ക് നോക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. അമ്മേ, നമുക്ക് പോവാൻ സമയമായില്ലേ? അതെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ വർക്കിനൊക്കെ ഇവർക്ക് രണ്ടാക്കും പോകണം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ കൂടുതലായിട്ട് എന്താ പറയാനുണ്ടോ? എനിക്കിപ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മനസ്സിലിപ്പോൾ 2 കുട്ടികളാണ്. അതിൽ മോളെ കല്യാണം കഴിച്ചിപ്പോൾ മോനുള്ളത്. മോൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു വിഷമമാണ്. അപ്പം എന്താവും എന്നുള്ളൊരു ചിന്തയാണല്ലോ മനസ്സിലുണ്ടാവുക. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട് അവനെ മനസ്സിലാക്കുന്ന ഒരു കുട്ടീനെ അവന് കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമായി. പിന്നെ ഞങ്ങൾ മരിച്ചാലും വേണ്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എല്ലാരും കൊറേ കാലം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക. അത് തന്നെ, അങ്ങനൊക്കെ കാര്യം ഓർക്കുമ്പോഴാണ് ഇപ്പൊ വിഷമം. അതെ, അത് ഒന്ന് വിഷമിക്കണ്ട, നല്ലൊരാള് മുമ്പോട്ട് വരും. അല്ല മിഥുനെ, നല്ല അടിപൊളി ഒരു കുട്ടി മുമ്പോട്ട് വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല ഫ്രണ്ട്സ്, ഞാൻ ഇറങ്ങാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. മിഥുനെ പറ്റിയ ഒരാളെ നമുക്ക് കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ. എന്നാൽ പിന്നെ പോട്ടേടാം. ഓക്കെ അച്ഛാ, ഓക്കെ അമ്മേ. അപ്പോൾ ഫ്രണ്ട്സ്, മിഥുനും മിഥുൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. മിഥുന് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാ കഴിവുകളും ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിട്ടുണ്ട് തന്നെയാണ് അല്ലേ അവർ പറഞ്ഞതൊക്കെ. തീർച്ചയായിട്ടും അപ്പോൾ നല്ല നമുക്ക് ഓരോത്തിൻ്റെ നമ്മൾ അറിയാതെ നമുക്ക് വരുന്ന ചില ബുദ്ധിമുട്ടുകൾ, അതിന് നമ്മളൊരിക്കലും ഒരു കാരണമല്ല. നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ദൈവം തരുന്നു. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യാനാണ്? ആ ഒരു കാരണം കൊണ്ട് കല്യാണം റെഡി ആവാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമകരമാണത്. അപ്പോൾ നിങ്ങളിത് വീഡിയോ ഷെയർ ചെയ്യണം. മിഥുനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എവിടെയാണെങ്കിലും നമുക്ക് അയാളെ കണ്ടെത്തണം. അതാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ ഒക്കെ ലക്ഷ്യം. നമ്മൾ ഈ ഏരിയയിലൊക്കെ ഇവർ ഒരുപാട് അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റെഡിയാവുന്നില്ല. അപ്പോൾ ചെറിയൊരു ഏരിയ കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കേരളത്തിൽ എവിടെയാണ് ഉള്ളതെന്ന് തേടി കണ്ടുപിടിക്കണം. അതിന് ഈ വീഡിയോ ഒരു സഹായമാവണം ഇവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ പറഞ്ഞു, നല്ല അടിപൊളി ഫാമിലിയാണ്. നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, ഈ വീഡിയോ നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.